Hi friends, welcome to Commerce Bytes. We are so happy that you people are satisfied with our videos. നമ്മൾ കേരള സെറ്റ് കൊമേഴ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോസ് എല്ലാവർക്കും വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഇനി കേരള സെറ്റിൻ്റെ കൊമേഴ്സിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനലിൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സ് എന്നൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു 2 to 3 വീഡിയോസ്, ഇപ്പോൾ ഒരു ക്യൂട്ടിയുടെ തന്നെ ഒരു 3 വീഡിയോസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്, അതായത് ടൈപ്സ് ഓഫ് ലിവറേജ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നൊരു ക്വസ്റ്റ്യനാണ് ടൈപ്സ് ഓഫ് ലിവറേജ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ക്യൂട്ടിയുടെ 3 ദിവസം അടുപ്പിച്ചാവുമ്പോൾ നിങ്ങൾ ആകെ ബോർഡാവും. അതുകൊണ്ടാണ് നമ്മളൊരു ചേഞ്ച് എന്നുള്ള രീതിയിലേക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നോക്കുന്നത്. വി വിൽ ബി ഡെഫിനറ്റ്ലി കവറിങ് ബാലൻസ് ഓൾ പോർഷൻസ് ഓഫ് ക്യൂട്ടി. നമ്മളെ കൊണ്ട് പറ്റാവുന്ന എല്ലാ തരത്തിലും നമ്മൾ കവർ ചെയ്യുന്നതാണ്. ഓക്കെ, ബിഫോർ എക്സാം. ഓക്കെ, നിങ്ങൾക്ക് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന രീതി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് ലിവറേജിന് വേറെ ഒരു സോഴ്സും ഇനി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകാം എന്നാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഐ ഡോണ്ട് നോ ഹൗ മച്ച് വി ക്യാൻ കവർ ഓൾ ദ പോർഷൻസ്, ഈവൻ ദോ ലെറ്റ് us ട്രൈ അവർ ബെസ്റ്റ്. ഓക്കെ, നൗ ലെറ്റ് സ്റ്റാർട്ട്. സോ ലിവറേജ് എന്താണെന്ന് ജസ്റ്റ് ഞാനൊരു സിംഗിൾ സെൻറ്റൻസിൽ പറഞ്ഞു തരാം. ലിവറേജ് എന്ന് പറയുന്നത് പവർ ടു ഗെയിൻ സംതിങ്. എന്തെങ്കിലും നമുക്ക് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പവറാണ് ലിവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ ലിവറേജ് അനാലിസിസ് എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ മെയിനായിട്ട് 3 ടൈപ്സ് ഓഫ് ലിവറേജ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്: ഫിനാൻഷ്യൽ ലിവറേജ്, ഓപ്പറേറ്റിംഗ് ലിവറേജ്, കമ്പൈൻഡ് ലിവറേജ്. ഓക്കെ, സോ നൗ ലെറ്റ്സ് ചെക്ക് ഔട്ട് ഇൻ ഡീറ്റെയിൽ. സോ ആദ്യം തന്നെ ഒരു കാര്യം മെൻഷൻ ചെയ്തേക്കാം. ഫണ്ട്സ് ദാറ്റ് മേ ബി റേസ്ഡ് ത്രൂ 2 സോഴ്സസ്. ഫണ്ട്സ് വരുന്നത് 2 രീതി കൂടെയാണ്. ഓക്കെ, ഒന്ന് ഓണേഴ്സിൻ്റെ ഫണ്ട് വരുമ്പോൾ ആ ഒരു ഫണ്ടിന് നമ്മൾ വിളിക്കുന്നത് ഓണേഴ്സ് ഇക്വിറ്റി. ഓക്കെ, പിന്നെ വരുന്നത് ഔട്ട്സൈഡേഴ്സ് എന്ന്. സോ ആ ഒരു ഫണ്ടിന് നമ്മൾ വിളിക്കുന്നത് ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി. ഓക്കെ, ഇത് രണ്ടും ഒന്ന് ഓർത്തിരിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇനി വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഓണേഴ്സ് ഫണ്ടും അതുപോലെ തന്നെ ഈ ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. അതായത് ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ വെൻ ദ ഫേം ഇഷ്യൂസ് ക്യാപിറ്റൽ ഫ്രം ദീസ് ഓണേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഓണേഴ്സ് ഫണ്ടായി. ഓക്കെ, ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓണേഴ്സ് ഫണ്ടായി. അണ്ടർസ്റ്റുഡ്? അതുപോലെ തന്നെ ഇപ്പോൾ ലോങ് ടേം ലോൺസ് അതുപോലെ ഷോർട്ട് ടേം ലോൺസ് ആയിക്കഴിഞ്ഞാൽ അത് ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി അഥവാ ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റി ആവും. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം നമ്മൾ 2 ടേംസാണ് പറഞ്ഞത്, ഓണേഴ്സ് ഇക്വിറ്റിയും അതുപോലെ തന്നെ ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി. അതായത് ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓണേഴ്സ് ഇക്വിറ്റി, അതുപോലെ തന്നെ പുറത്തുനിന്ന് അതായത് ലോങ് ടേം ലോൺസും ഷോർട്ട് ടേം ലോൺസ് ആണെങ്കിൽ അത് ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റി. ഓക്കെ, ഇനി മെയിനായിട്ടുള്ളൊരു ക്രൂഷ്യൽ പോയിൻ്റാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അതായത് നമ്മളുടെ ഈ ഒരു ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് ലിവറേജ്, കമ്പൈൻഡ് ലിവറേജ്, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എപ്പോഴും തന്നെ നമ്മളുടെ കേരള സെറ്റിൻ്റെ എക്സാമിനേഴ്സിൻ്റെ മെയിൻ ഫേവറേറ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ട്രേഡേഴ്സ് ഓൺ ഇക്വിറ്റി. അതായത് ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ മറ്റൊരു പേരാണ് ട്രേഡേഴ്സ് ഓൺ ഇക്വിറ്റി. അതിൻ്റെ ഡെഫിനിഷൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. The use of long-term fixed interest bearing debt and preferential share capital along with equity share capital is called financial leverage or trading on equity. So financial leverage അഥവാ നമ്മുടെ trading on equity എന്ന് പറയുന്നത് എന്താ? long term fixed interest bearing debt and preferential share capital along with equity share capital. ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ലോങ് ടേം ലോണുകളൊക്കെ ഇല്ലേ അതിൻ്റെ ഒപ്പം പ്രിഫറൻഷ്യൽ ഷെയർ ക്യാപിറ്റലും അതോടുകൂടി നമ്മളുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും എല്ലാം കൂടിയാണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ ഒരു പറയലിൻ്റെ രീതിക്ക് കുറച്ച് വ്യത്യാസം വന്നു. ആ ഒരു കാര്യം മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. ആദ്യം അവർ ഫോക്കസ് കൊടുക്കുന്നത് ആർക്കാ? നമ്മളുടെ ഇൻട്രസ്റ്റ്, അതായത് ലോണിനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. യൂസ് ഓഫ് ലോങ് ടേം ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് ഡെറ്റ്. ഓക്കെ, ആൻഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എലോങ് വിത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. നമ്മളെല്ലാവരും കൊമേഴ്സ് സ്റ്റുഡൻസാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. അപ്പോൾ ആ ഒരു ഓർഡറിലൊന്ന് ചിന്തിച്ചാൽ മതി. ആദ്യം ലോണുകൾക്കാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ അവർ എന്തെഴുതി? യൂസ് ഓഫ് ലോങ് ടേം ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് ഡെറ്റ്. ഓക്കെ, അത് കഴിഞ്ഞ് അവരെന്തെഴുതി? പ്രിഫറൻഷ്യൽ ഷെയർ ക്യാപിറ്റൽ എലോങ് വിത്ത് ആര്? നമ്മുടെ ലീസ്റ്റ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അതാണ് ഫിനാൻഷ്യൽ ലിവറേജ് അഥവാ
ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ ലിവറേജും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ലിവറേജും കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പോയിൻറ്റ്സ് മനസ്സിൽ നിൽക്കും. അതും നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാനുള്ള കുറച്ച് ട്രിക്കുകൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്തായാലും ഈ ഒരു ഫിനാൻഷ്യൽ ലിവറേജ് ആണെങ്കിലും ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണെങ്കിലും മറന്നു പോവില്ല. അതിന് എനിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും. ഓക്കെ, നമുക്കപ്പോൾ സമയം കളയാതെ വേഗം അതൊന്ന് നോക്കാം. സോ എല്ലാവരും മൈൻഡ് നല്ല കാമായിട്ട് ഈ പറയുന്നത് മാത്രം ശ്രദ്ധിച്ചിരിക്കുക. വേറെ ഒരു കാര്യവും ഇപ്പോൾ ഒരു 2-3 മിനിറ്റത്തേക്ക് ഓർക്കരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഫിനാൻഷ്യൽ ലിവറേജും ഓപ്പറേറ്റിംഗ് ലിവറേജും. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവിടെ ഡെറ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയില്ലേ, അതായത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി അത് തന്നെയാണ് ഫിനാൻഷ്യൽ ലിവറേജ്. അവിടെ അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡെറ്റിനാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതാണ് യൂസ് ഓഫ് ഡെറ്റ് ഇൻ കമ്പനീസ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഹാസ് ടു പേ ഇൻട്രസ്റ്റ് എക്സ്പെൻസസ്. അതായത് ഇവിടെ പറയണത് എന്താ, ക്യാപിറ്റൽ സ്ട്രക്ചർ, അതായത് നമ്മളുടെ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ ഡെറ്റ് യൂസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഒരു ഡെറ്റിന് നമ്മൾ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് പേ ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ എന്താണ് യൂസ് ഓഫ് ഡെറ്റ്, ഇത് ഓർത്തിരുന്നു. ഇതിനുള്ള കാര്യം ഞാനിപ്പോൾ തന്നെ പറഞ്ഞുതരാം. ഇനി ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ ഫസ്റ്റ് പോയിന്റ് നമുക്ക് കമ്പയർ ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഫിനാൻഷ്യൽ ലിവറേജിന് ഡെറ്റാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജിന് നമ്മൾ എന്താ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, യൂസ് ഓഫ് അസറ്റ്. എല്ലാ കൊമേഴ്സ് സ്റ്റുഡൻസിനും ഈവൻ ദോ അവർ ഈ ലിവറേജിൻ്റെ പോർഷനൊക്കെ കവർ ചെയ്തിട്ടുണ്ടെങ്കിലും ആർക്കും മനസ്സിലാവാത്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. കാരണം നമ്മൾക്കറിയാം ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഫോർമുല അറിയാം, ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ ഫോർമുല അറിയാം, എല്ലാം അറിയാം. പക്ഷേ എന്താണ് ഈ ഫിനാൻഷ്യൽ ലിവറേജ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കറിയില്ല. ഇതാണ് മെയിനായിട്ടുള്ള സംഭവം, ബേസ് ഇല്ല. സോ അപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താണ്, യൂസ് ഓഫ് അസറ്റ്സ് ഇൻ ദ കമ്പനീസ് ഓപ്പറേഷൻ വിച്ച് ഹാസ് ടു പേ ഫിക്സഡ് കോസ്റ്റ്. മനസ്സിലായോ? ഫിനാൻഷ്യൽ ലിവറേജിൽ നമ്മൾ ഡെറ്റാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ലോണിന് നമ്മൾ എന്താ ചെയ്യണേ, ഇൻട്രസ്റ്റ് അടയ്ക്കും അല്ലേ. ആ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഫിനാൻഷ്യൽ ലിവറേജിന് ഡെറ്റിന് നമ്മൾ എന്താ അടയ്ക്കുന്നത്, പേ ഇൻട്രസ്റ്റ്. ഓപ്പറേറ്റിംഗ് ലിവറേജിന് ഇപ്പുറത്തെ സൈഡിൽ എന്താ സംഭവിക്കുന്നത്, യൂസ് ഓഫ് അസറ്റ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ് അടയ്ക്കേണ്ടത്, ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, അസറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഫിക്സഡ് കോസ്റ്റ്. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫസ്റ്റ് പോയിന്റ് വളരെ സിമ്പിൾ അല്ലേ. ഈ ഒരു കാര്യം നിങ്ങൾക്കിപ്പോൾ മലയാളത്തിൽ എഴുതി വെക്കണമെങ്കിൽ എഴുതി വയ്ക്കാം, അഥവാ നിങ്ങൾക്ക് മംഗ്ലീഷിൽ എഴുതി വെക്കണമെങ്കിൽ അങ്ങനെയും എഴുതി വയ്ക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ നമ്മൾ ഇംഗ്ലീഷിൽ കാണിക്കുന്നുണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ അങ്ങനെയും എഴുതി വയ്ക്കാം. അത് നിങ്ങൾ എഴുതി വയ്ക്കുമ്പോൾ നിങ്ങൾ വല്ല സ്കെച്ച് പെൻ വെച്ചോ കളർ മാറ്റി അല്ലെങ്കിൽ സ്കെച്ച് വെച്ച് അണ്ടർലൈൻ ചെയ്ത് വരയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണതായിരിക്കും ബെസ്റ്റ്. ഓക്കെ, ഞാൻ പഠിച്ച രീതിയിലുള്ള ഒരു പിക്ചർ എനിക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ ഐ വിൽ ഷോ യു ഡൗൺ. ഓക്കെ, അത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവും, അതുകൊണ്ടാണ്. ഓക്കെ, സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് പോയിന്റ്. സോ സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് അസറ്റൈൻ ബൈ ദ കമ്പനീസ് ക്യാപിറ്റൽ സ്ട്രക്ചർ. കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറാണ് അസറ്റൈൻ ചെയ്യുന്നത്. ഓക്കെ, അസറ്റൈൻ ബൈ കമ്പനീസ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഈ ഫിനാൻഷ്യൽ ലിവറേജ് അസറ്റൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിലൂടെ. അപ്പോൾ ആ ഓപ്പറേറ്റിംഗ് ലിവറേജിൽ എന്തായിരിക്കും, അസറ്റൈൻ ബൈ കമ്പനീസ് കോസ്റ്റ് സ്ട്രക്ചർ. അതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. ഫിനാൻഷ്യൽ ലിവറേജിൽ ഫിനാൻസ് ആണ്, അപ്പോൾ അവിടെ ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. ഓപ്പറേറ്റിംഗ് ലിവറേജിൽ കോസ്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, അപ്പോൾ കോസ്റ്റ് സ്ട്രക്ചർ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി മൂവിങ് ടു ദ തേർഡ് പോയിന്റ് വളരെ സിമ്പിളാണ്. ഓക്കെ, ഫിനാൻഷ്യൽ ലിവറേജിന് എന്ത് റിസ്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ, ഫിനാൻഷ്യൽ റിസ്ക്. ഫിനാൻഷ്യൽ റിസ്ക്, ഫിനാൻഷ്യൽ ലിവറേജ്. അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജിൽ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത് ഏതാ, ഫിനാൻഷ്യൽ റിസ്ക്. ഓക്കെ, എക്സാമിനേഴ്സ് വേണമെങ്കിൽ ചോദിക്കാം, വിച്ച് ഓഫ് ദ ലിവറേജ് ഇസ് ഹാവിങ് ഇൻക്രീസ്ഡ് അല്ലെങ്കിൽ മോർ ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന്. ഈ ഓരോ ഓപ്ഷൻസ് കാണുമ്പോഴേക്കും എല്ലാവരുടെയും ആകെ കൺഫ്യൂഷനിൽ വിടും. സോ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ പാടില്ല. ഫിനാൻഷ്യൽ ലിവറേജ്, ഫിനാൻഷ്യൽ റിസ്ക് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പോൾ തന്നെ ഒന്ന് നമുക്ക് അപ്പുറത്തെ സൈഡിൽ നോക്കാം. ഓപ്പറേറ്റിംഗ് ലിവറേജിലോ ബിസിനസ് റിസ്ക് ആയിരിക്കും കൂടുതലും. ഫിനാൻഷ്യൽ ലിവറേജിൽ ഫിനാൻഷ്യൽ റിസ്ക് ആണ് കൂടുതലെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജിൽ ബിസിനസ് റിസ്ക് ആയിരിക്കും കൂടുതൽ. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്,
മെഷേഴ്സ് ദ എഫക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എക്സ്പെൻസസ്. നമ്മൾ ആദ്യത്തെ പോയിന്റിൽ തന്നെ പറഞ്ഞു ഇൻട്രസ്റ്റിനാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന്. അപ്പോൾ അവിടെ എന്താ മെഷർ ചെയ്യുന്നത്? മെഷർ ദ എഫക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എക്സ്പെൻസസ്. ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതായിരിക്കും അവർ മെഷർ ചെയ്യുന്നത്. അപ്പോൾ മറ്റെവിടുത്തോ ഓപ്പറേറ്റിംഗ് ലിവറേജിൽ മെഷേഴ്സ് എഫക്റ്റ് ഓഫ് ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഓപ്പറേറ്റിംഗ് ലിവറേജിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ ടു ദ നെക്സ്റ്റ് പോയിന്റ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ പോയിന്റ് തന്നെയാണ്, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്നുള്ളൂ. അതായത് അറൈസസ് ബിക്കോസ് ഓഫ് ഇൻട്രസ്റ്റ് കോസ്റ്റ്. ഫിനാൻഷ്യൽ ലിവറേജ് അറൈസ് ചെയ്യുന്നത് ബിക്കോസ് ഓഫ് ഇൻട്രസ്റ്റ് കോസ്റ്റ്. അതുപോലെ ഓപ്പറേറ്റിംഗ് ലിവറേജ് അറൈസ് ചെയ്യുന്നത് ബിക്കോസ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. സോ ഫിനാൻഷ്യൽ ലിവറേജും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ലിവറേജും നിങ്ങൾക്ക് നല്ല വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത്രത്തോളം ഡീപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഫിനാൻഷ്യൽ ലിവറേജിൽ നിന്നും ഓപ്പറേറ്റിംഗ് ലിവറേജിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് പോകരുത്. ഓക്കെ, ഫോർ മൈ ഡിയർ സ്റ്റുഡൻസ്, പ്ലീസ് നോട്ട് ഡൗൺ ഓൾ ദ പോയിൻറ്റ്സ് ആൻഡ് സ്റ്റഡി വെൽ. ഫ്രം ദിസ് പോർഷൻ ഒരു മാർക്ക് പോലും കുറയരുത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പോർഷനിലേക്ക് പോകാം. അതായത് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. അതായത് ഈ ഒരു ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഫോർമുല എല്ലാവർക്കും അറിയാമെന്നറിയാം, എന്നിരുന്നാൽ പോലും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS. EPS എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏർണിംഗ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT. EBIT എന്ന് പറയുന്നത് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അതിന് നമ്മൾക്ക് വേറെ രീതിയിലും എഴുതാം. DFL, അതായത് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് ഈക്വൽ ടു EBIT ഡിവൈഡഡ് ബൈ EBT. EBT എന്ന് പറയുന്നത് EBIT മൈനസ് I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ്. ഓക്കെ, now moving to the next section, that is operating leverage. We have already discussed operating leverage. എന്നിരുന്നാൽ പോലും അതിൻ്റെ കുറച്ച് ഫോർമുലാസ് പഠിക്കാനുണ്ട്. അത് ഈ സെയിം തന്നെ നമ്മുടെ കോൺട്രിബ്യൂഷൻ്റെയൊക്കെ ഫോർമുല മാനേജ്മെൻറ്റ് അക്കൗണ്ട്സിൽ നിങ്ങൾ പഠിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് വരും. ന്യൂമറിക്കലായിട്ടൊരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്തോട്ടോ. ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നാണ്. ഓക്കെ, കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് മൈനസ് ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, പിന്നെ അഡീഷണലായിട്ട് 2-3 ഫോർമുലയും കൂടി ഇതിനോടൊപ്പം ഞാൻ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ഇവൻ പോയിൻറ്റിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ എന്നാണ്. PV റേഷ്യോ എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് എന്നുള്ളതാണ്. ഞാനിതിനെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം എനിക്കറിയാം എല്ലാ സ്റ്റുഡൻസിനും ഓൾമോസ്റ്റ് എന്തായാലും അറിയണ്ടാവും. കാരണം നിങ്ങൾ ഓൾമോസ്റ്റ് PG കഴിഞ്ഞവരാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് ആദ്യം തുടങ്ങി എടുത്ത് തരേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. എല്ലാ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലും ഞാൻ എല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, അതിൻ്റെ ഫോർമുല പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. ഓക്കെ, ഇനി നമ്മുടെ ടൈപ്സ് ഓഫ് ലിവറേജിലെ ലാസ്റ്റ് പോയിന്റ്, ദാറ്റ് ഈസ് കമ്പോസിറ്റ് ലിവറേജ്. അതിനെ സൂപ്പർ ലിവറേജ് എന്നും വിളിക്കും. ഓക്കെ, ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ലിവറേജ് മാഗ്നിഫൈസ് ദ റവന്യൂ ഓഫ് ദ ഫേം. ഈ 2 ലിവറേജും നമ്മളിപ്പോൾ പഠിച്ച 2 ലിവറേജിൽ ഫിനാൻഷ്യൽ ലിവറേജും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ലിവറേജും ഇവർ രണ്ടുപേരും നമ്മുടെ റവന്യൂ ഓഫ് ദ ഫേമിനെ മാഗ്നിഫൈ ചെയ്യും. അതിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് അഫക്ട്സ് ദ ഇൻകം വിച്ച് ഈസ് ദ റിസൾട്ട് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, ഓപ്പറേറ്റിംഗ് ലിവറേജ് അഫക്റ്റ് ചെയ്യുന്നത് ഇൻകത്തിനാണ്, വിച്ച് ഈസ് ദ റിസൾട്ട് ഓഫ് പ്രൊഡക്ഷൻ. ഓൺ ദ അതർ ഹാൻഡ് ഫിനാൻഷ്യൽ ലിവറേജ് ഇസ് ദ റിസൾട്ട് ഓഫ് ഫിനാൻഷ്യൽ ഡിസിഷൻ. ഇപ്പം നമ്മൾ പഠിച്ചു, കമ്പയർ ചെയ്ത് പഠിച്ചില്ലേ ആ ഒരു സംഭവം. സോ കോമ്പോസിറ്റ് ലിവറേജ് എന്ന് പറയുമ്പോൾ എന്താണ്? കോമ്പോസിറ്റ് ലിവറേജ് ഫോക്കസ് അറ്റൻഷൻ ഓൺ ദ എൻറ്റയർ ഇൻകം ഓഫ് ദ കൺസേൺ. ഒരു കൺസേണിൻ്റെ എൻറ്റയർ ഇൻകത്തിനെയാണ് കോമ്പോസിറ്റ് ലിവറേജ് ഫോക്കസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഫോർമുല എന്താണെന്ന് നമുക്ക് നോക്കാം. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. ഈ ഫോർമുല വന്നത് എങ്ങനെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെയും ഫിനാൻഷ്യൽ ലിവറേജിൻ്റെയും ഫോർമുലകൾ രണ്ടും കൂടെ അവർ
കമ്പൈൻ ചെയ്തിട്ട് അതിൽ കോമൺ ആയിട്ടുള്ളത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഫോർമുലയിലേക്ക് വരുന്നത്. ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഡിഗ്രി ഓഫ് കോമ്പോസിറ്റ് ലിവറേജ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. ഓക്കെ, അഥവാ നമുക്ക് വേറൊരു രീതിയിലും കൂടെ എഴുതാം. കോമ്പോസിറ്റ് ലിവറേജ് ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻ ടു ഫിനാൻഷ്യൽ ലിവറേജ്. പോയിന്റും കൂടെ ആഡ് ഓൺ ചെയ്തോട്ടെ. ഈ കോമ്പോസിറ്റ് ലിവറേജിനെ സൂപ്പർ ലിവറേജ് എന്ന് വിളിക്കും എന്ന് പറഞ്ഞില്ലേ? ഈ ഒരു സൂപ്പർ ലിവറേജ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് റിഡക്ഷൻ ത്രൂ ഡെറിവേറ്റീവ്സ് എന്നുള്ളൊരു പോയിന്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്തോളൂ. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു പോയിൻ്റാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാൻ പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ 15 മിനിറ്റ്സ് അറൗണ്ട് ഒരു 15 മിനിറ്റ്സ് എടുത്തത് കാണും. നമ്മൾ ലിവറേജിൻ്റെ ഓൾ ടൈപ്സ് ഓഫ് ലിവറേജ് കവർ ചെയ്തു. അതുപോലെ തന്നെ ആവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ലിവറേജിൻ്റെയും ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെയും അതുപോലെ തന്നെ കോമ്പോസിറ്റ് ലിവറേജിൻ്റെയും എല്ലാ പോയിൻറ്റ്സും കവർ ചെയ്തിട്ടുണ്ട്. ഹാപ്പി? സോ എൻ്റെ എല്ലാ സ്റ്റുഡൻസും നല്ല രീതിയിൽ ഇതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കോളൂ. യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി ക്രാക്ക് ദിസ് എക്സാം. Kerala Set 2021. That's it for now. Let's see in the next video. Till then, work hard and study well. Thank you.